30 ഡേ എന്ന് പറയുന്നതും 30 ഡേയ്സ് എന്ന് പറയുന്നതും കറക്റ്റ് തന്നെയാണ്. പക്ഷേ അത് രണ്ടും ഉപയോഗിക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ട്. 30 ഡേ എന്ന് പറയുമ്പോൾ 30 കഴിഞ്ഞിട്ട് ഒരു ഐഫൺ ഉണ്ട്. പക്ഷേ 30 ഡേയ്സ് എന്ന് പറയുമ്പോൾ ഐഫൺ വേണ്ട. 30 ഡേ എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന ഒരു പദം. നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡിനെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ 30 ഡേ എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കും. പക്ഷേ 30 ഡേയ്സ് എന്ന് പറഞ്ഞാൽ അതൊരു നൗൺ ഫ്രേസ് ആണ്. 30 ഡേ എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഏത് നൗണിനെയാണോ വിശേഷിപ്പിക്കുന്നത് ആ ഒരു നൗൺ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ദ 30 ഡേ ടാസ്ക്. ദ 30 ഡേ ടാസ്ക് എന്ന് പറയുമ്പോൾ ആ ടാസ്കിനെയാണ് വിശേഷിപ്പിക്കുന്നത്. 30 ഡേ ഡ്യൂറേഷൻ ഉള്ള ഒരു ടാസ്ക്. 30 ഡേ നോട്ടീസ് എന്ന് പറയുമ്പോൾ നോട്ടീസ് എന്ന നൗണിനെയാണ് 30 ഡേ എന്ന ഒരു അഡ്ജക്റ്റീവ് വിശേഷിപ്പിക്കുന്നത്. ദ 30 ഡേ ചാലഞ്ച്, എ 30 ഡേ വാറന്റി എന്നൊക്കെ. ദ 30 ഡേ ട്രയൽ എൻഡ്സ് ടുമാറോ. 30 ഡേ ട്രയൽ നാളെ അവസാനിക്കുകയാണ്. എ 30 ഡേ നോട്ടീസ് ഈസ് റിക്വയർഡ്. ഒരു 30 ഡേ നോട്ടീസ് ആവശ്യമുണ്ട്. ദ 30 ഡേ ചലഞ്ച് സ്റ്റാർട്ട്സ് ഓൺ മൺഡേ. 30 ഡേ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മൺഡേ ആണ്. എ 30 ഡേ വാറന്റി ഈസ് ഇൻക്ലൂഡഡ് വിത്ത് ദ പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റിൻ്റെ ഒപ്പം ഒരു 30 ഡേ വാറന്റി കൂടി ഉണ്ട്. 30 ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഐഫൺ ഒന്നും ഇല്ല. അതൊരു ഡ്യൂറേഷൻ ആണ് കാണിക്കുന്നത്. 30 ഡേയ്സ് എന്ന് പറയുമ്പോൾ ഒരു 30 ഡേയ്സ് എന്ന ഒരു ഡ്യൂറേഷൻ. യു ഹാവ് 30 ഡേയ്സ് ടു ആക്ടിവേറ്റ് യുവർ അക്കൗണ്ട്. നിങ്ങളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് 30 ഡേയ്സ് ഉണ്ട്. ദ പേയ്മെൻറ്റ് ഈസ് ഡ്യൂ വിത്തിൻ 30 ഡേയ്സ്. 30 ഡേയ്സിന് ഉള്ളിലാണ് ആ പേയ്മെൻറ്റ് ഡ്യൂ ആകുന്നത്. ദ ടാസ്ക് ഷുഡ് ടേക്ക് 30 ഡേയ്സ് ടു കംപ്ലീറ്റ്. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് 30 ദിവസം എടുക്കും. ഷീ വാസ് ആബ്സെൻറ്റ് ഫോർ 30 ഡേയ്സ് ഡ്യൂ ടു ഇൽനെസ്. സുഖമില്ലാത്തതുകൊണ്ട് അവൾ 30 ഡേയ്സ് ആബ്സെൻ്റ് ആയിരുന്നു. 30 ഡേ എന്ന് പറയുമ്പോൾ അത് ഒരു അഡ്ജക്റ്റീവ് ആണ്. അവിടെ 30 കഴിഞ്ഞ് ഒരു ഐഫൺ ഇട്ട് ഡേ കഴിഞ്ഞ് ഒരു എസ് എഴുതാൻ പാടില്ല. കാരണം അഡ്ജക്റ്റീവ്സ് ഒരിക്കലും പ്ലൂറൽ ഫോമിൽ ഉണ്ടാകില്ല. അപ്പോൾ സിംഗുലർ ഫോം മാത്രമേ പറ്റുള്ളൂ. 30 ഐഫൺ ഡേ എന്ന് തന്നെ ഉപയോഗിക്കണം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, 30 ഡേ ചാലഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ 30 ഡേ എന്നതിന് മുൻപ് ഒരു ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടുണ്ട്, എന്നത്. ദ 30 ഡേ ചാലഞ്ച്, 30 ഡേ നോട്ടീസ്. അപ്പോൾ അവിടെ ഒരു ആർട്ടിക്കിൾ ആവശ്യമുണ്ട്. പക്ഷേ 30 ഡേയ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യം ഇല്ല. ഇപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചതെല്ലാം 30 ഡേ ആൻഡ് 30 ഡേയ്സ് എന്നതിൻ്റെ ഒരു ഡിഫറൻസ് ആണ്. ഈ 30 എന്നുള്ള നമ്പർ നമുക്ക് മാറ്റാം. എത്ര വേണമെങ്കിലും നമുക്ക് മാറ്റി എഴുതാം. എങ്ങനെ വേണമെങ്കിലും എഴുതാം. 2 ഡേ നോട്ടീസ്, 2 ഡേ ചാലഞ്ച് എന്നൊക്കെ പറയാം. 30 എന്നുള്ള ഒരു നമ്പർ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് മാറ്റി എഴുതാം. അതുപോലെ തന്നെ ഡേ എന്നതിനെ ഡേ എന്ന് തന്നെ വേണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ മിനിറ്റ്സ്, സെക്കൻഡ്സ്, അവർ, അതല്ലെങ്കിൽ വീക്ക്, മന്ത്, ഇയർ എന്നൊക്കെ എഴുതാം. ആ ഒരു പാറ്റേൺ മനസ്സിലാക്കി വയ്ക്കുക, അതിനനുസരിച്ച് ഉപയോഗിക്കുകയും ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമുക്ക് 1 അവർ, അപ്പോൾ ഐഫൺ ഉള്ളതും ഇല്ലാത്തതും നോക്കാം നമുക്ക് അതിൻ്റെ ഡിഫറൻസ്. ഷീ കംപ്ലീറ്റഡ് ദ 1 അവർ എക്സാം എന്ന് പറയുമ്പോൾ അവൾ കംപ്ലീറ്റ് ചെയ്തു എന്ത്? 1 അവർ എക്സാം. അതായത് ആ ഒരു 1 അവർ ദൈർഘ്യമുള്ള എക്സാം അവൾ കംപ്ലീറ്റ് ചെയ്തു എന്നാണ്. അപ്പോൾ അവിടെ ഐഫൺ വേണം. 1 അവർ എക്സാം എന്ന് പറയുമ്പോൾ. ഇനി ദ മീറ്റിംഗ് വിൽ ലാസ്റ്റ് ഫോർ 1 അവർ എന്ന് പറയുമ്പോഴോ അവിടെ ഐഫൺ ആവശ്യമില്ല. അതൊരു ഡ്യൂറേഷനാണ് കാണിക്കുന്നത്. അവിടെ 1 അവർ എന്ന് പറയുന്നത് ഒരു ഡ്യൂറേഷൻ. ആദ്യത്തെ സെൻറ്റൻസിൽ 1 അവർ എക്സാം എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള എക്സാം ആണ്? എക്സാമിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ്, അഡ്ജക്റ്റീവ് ആണ് അവിടെ.
അതുപോലെ നമുക്ക് ദ 10-day വർക്ക്ഷോപ്പ്, അവിടെ ഐഫൺ വേണം. വർക്ക്ഷോപ്പ് എന്ന ഒരു വാക്കിനെ, ആ ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ദ 10-day എന്ന് ഉപയോഗിക്കുന്നത്. ദ 15-minute പ്രസൻറ്റേഷൻ, നോക്കൂ ഐഫൺ ഉപയോഗിച്ചിരിക്കുന്നത്. The 10-minute presentation was followed by a question answer session, and the participants had 10 minutes to ask their questions. 10 മിനിറ്റ് ഉള്ള ഒരു പ്രസൻറ്റേഷന് ശേഷം ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ടായിരുന്നു. പാർട്ടിസിപ്പൻസിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ 10 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. The company offers a money-back guarantee. The company offers a 30-day money-back guarantee. കമ്പനി ഒരു 30 ഡേയുടെ മണി ബാക്ക് ഗ്യാരൻറ്റി ഓഫർ ചെയ്യുന്നു. യു ഹാവ് ടു റിട്ടേൺ ദ പ്രോഡക്റ്റ് ഇഫ് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. യു ഹാവ് 30 days to return the product if you are not satisfied. നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് റിട്ടേൺ ചെയ്യാൻ 30 days ഉണ്ട്. ദ ട്രയൽ പീരീഡ് വിൽ സ്റ്റാർട്ട് നെക്സ്റ്റ് മൺഡേ. ട്രയൽ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് മൺഡേ ആണ്. ദ 30-day ട്രയൽ പീരീഡ്. ഷീ പ്ലാൻസ് ടു ലേൺ സ്പാനിഷ് ഇൻ ഓർ ലെസ്. 30 days അല്ലെങ്കിൽ അതിനുള്ളിൽ തന്നെ സ്പാനിഷ് പഠിക്കാൻ അവൾ പ്ലാൻ ചെയ്യുന്നു. ഷീ പ്ലാൻസ് ടു ലേൺ സ്പാനിഷ് ഇൻ 30 days ഓർ ലെസ്. അപ്പോൾ ഇന്നത്തെ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. താങ്ക് യു. The company offers a money-back guarantee. The company offers a 30-day money-back guarantee. You have to return the product if you are not satisfied. You have 30 days to return the product if you are not satisfied. The trial period will start next Monday. ട്രയൽ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൺഡേ ആണ്. ദ 30-day ട്രയൽ പീരീഡ്. ഷീ പ്ലാൻസ് ടു ലേൺ സ്പാനിഷ് ഇൻ ഓർ ലെസ്. 30 ദിവസം അതിൽ അല്ലെങ്കിൽ അതിൽ കുറവുള്ള ദിവസം കൊണ്ട് സ്പാനിഷ് പഠിക്കാൻ അവൾ പ്ലാൻ ചെയ്യുന്നു. She plans to learn Spanish in 30 days or less.